ഇപ്പോൾ മുദ്രയിൽ ആഗ്രമുദ്ര എന്നൊരു മുദ്ര, ആഗ്രമുദ്ര പൂജാ വിധിയിൽ ഇത് തമിഴ്നാട്ടിൽ നടപ്പിലുള്ളതാണ്, ആൾ ഇന്ത്യ ലെവലിലുള്ളതാണ്. പക്ഷേ കേരളത്തിലുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഈ മുദ്രയുടെ പേര് ആഗ്രമുദ്ര എന്ന് പേര്. ആഗ്രമുദ്ര എന്ന് വരുമ്പോൾ അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കയ്യെ വെച്ചിട്ട് ഇങ്ങനെ ഇത് വന്ന് ആഗ്രമുദ്ര ഇങ്ങനെ ചേർത്ത് വയ്ക്കണം, വിരൽ ചേർത്ത് വയ്ക്കണം. ഇങ്ങനെ കയ്യെ വെച്ചാൽ ഞാൻ പേര് ആഗ്രമുദ്ര. ഇത് വന്ന് പൂജാമുദ്രയാണ്. ഇനി ഒന്ന് അടുത്ത മുദ്ര എന്തെന്ന് വെച്ചാൽ, അതിൻ്റെ അടുത്ത മുദ്ര വന്ന് ആഗ്രകണ്ഠമുദ്ര എന്ന് വെച്ചാൽ ഇതേ വെച്ചിട്ട് വിരൽ ഇങ്ങനെ പിടിക്കുന്നത് ആഗ്രകണ്ഠമുദ്ര. ആഗ്രമുദ്ര അങ്ങനെയെന്ന് പറയുമ്പോൾ മൂന്ന് വിരൽ ചേർത്ത് പിടിക്കുക. അതിൽ ഒരു എനർജി ഫ്ലോ ഉണ്ടാവും. അതിൻ്റെ അടുത്ത് അതേ ഇതിൽ വിരലെ നീട്ടി പിടിച്ചാൽ പിന്നൊരു എനർജി ഫ്ലോ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഒന്ന് പൂജാമുദ്രയിൽ ഇന്നൊന്നാണ് പ്രസന്നമുദ്ര വെച്ചാൽ ഇതാ ഇങ്ങനെ കയ്യെ വെച്ചിട്ട് ഇങ്ങനെ വിരലുകളെ ടച്ച് ചെയ്യുന്നത്. ഇങ്ങനെ കയ്യെ വയ്ക്കണം. തള്ളവിരൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് മറ്റേ വിരലിൻ്റെ തുമ്പുകളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ പ്രസന്നം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രസന്നമാവുന്നു നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പ്രസന്നമുദ്ര ഇത് ഒന്ന് പൂജാമുദ്രയാണ്. പ്രസന്നമുദ്ര. അടുത്തത് ഒന്ന് നിങ്ങൾ ചോദിച്ച വനമാലാമുദ്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കയ്യെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വെച്ചാൽ അത് വനമാലാമുദ്ര. അതുപോലെ ശ്രീവസ്തമുദ്ര ആദ്യം നേരത്തെ നിങ്ങൾ ചോദിച്ച ലിസ്റ്റിലുള്ളതാണ്. ശ്രീവസ്തമുദ്ര അത് പറഞ്ഞായിരുന്നു ഞാൻ. ഇത് മൃഗമുദ്ര വെച്ചിട്ട് ഇങ്ങനെ കയ്യെ വെച്ചാൽ ശ്രീവസ്തമുദ്ര. ഇതേമാതിരി വേറെ പുതിയ മുദ്രകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇനി വേറെ ഇത് ഇന്നലെ ഒന്ന് സർവ ഉന്മാദിനി മുദ്ര നോക്കി. ഇനി സർവരംഗിണി മുദ്ര ആൾറെഡി നിങ്ങൾ മറ്റേ ചന്ദ്ര യോഗയിൽ ഏതോ ഒന്ന് ചെയ്തിട്ടുണ്ട്. ചന്ദ്രയോഗയിൽ നിങ്ങൾ പഠിക്കാനുള്ളതിന് ചന്ദ്രമംഗളയോഗ എന്നൊരു യോഗമുണ്ട്. ചന്ദ്രമംഗളയോഗ അത് നിങ്ങൾ പഠിക്കാനുണ്ട്. അടുത്തത് എന്തോന്ന് മറ്റേ കൊങ്കണർ വാസി പഠിക്കാനുണ്ട്. സർവമംഗള യോഗ എന്ന് വെച്ച് ജാതകത്തിൽ ഇല്ലാത്തവർക്ക് ഇതിൽ ഈ യോഗയിൽ കൂടെ നമ്മൾ ഉണ്ടാക്കാം, അത് പറ്റുമെന്നുള്ളതാണ്. അതിലാണ് ഈ രംഗിണി മുദ്ര വന്നത്. രംഗിണി മുദ്ര ഓർമ്മ ഉണ്ടോ? അതായത് ഇത് വന്ന് നിങ്ങൾ വിദ്രാവണി മുദ്ര. ഈ വിരലം മടക്കുന്ന നടുവിരലം മടക്കി ചെയ്താൽ അതിൻ്റെ പേര് രംഗിണി മുദ്ര. നടുവിരല ഇങ്ങനെ മടക്കിയിട്ട് ഇടത് കയ്യിൽ നടുവിരല ഇങ്ങനെ മടക്കി വെച്ചിട്ട്
വലത് കയ്യിലുള്ള ഈ ഇതെ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ അകത്ത് കയറ്റിയ അതിൻ്റെ പേര് രംഗിണി മുദ്ര. അപ്പോൾ സർവ രംഗിണി ശക്തിയെ നമഃ. അപ്പോൾ സർവ രംഗിണി ശക്തി ഈ മുദ്ര വെച്ചാൽ എന്തോന്ന് ശക്തി വരും? രംഗിണി ശക്തി വരും. അപ്പോൾ രംഗിണി ശക്തി എന്ന് പറഞ്ഞാൽ എന്തോന്ന്? രംഗിണി ശക്തി ആരുടെ ശക്തിയാണ്? രംഗിണി ശക്തി ആരുടെ ശക്തിയാണ്? രംഗിണി എന്നുള്ള വേർഡ് ഒന്ന് രംഗിണി വെച്ചാൽ കുണ്ടലിനി ദേവി ബാല പരമേശ്വരുടെ മന്ത്രമാണ്. ബാല പരമേശ്വരുടെ മന്ത്രമാണ് രംഗിണി. സർവരംഗിണി ശക്തിയെ നമഃ. അപ്പോൾ ആ ശക്തി നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് വഴിയായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതാണ് എന്തോന്നും രംഗിണി മുദ്ര. നമ്മളൊരു എനർജി ക്രിയേറ്റ് ചെയ്യാണ്. എനർജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പുറത്ത് വരും. അപ്പോൾ നിങ്ങൾ ഈ മുദ്ര പിടിക്കുമ്പോൾ നിങ്ങൾ മുദ്ര പിടിച്ചിട്ട് ബാല പരമേശ്വരുടെ മന്ത്രം പറയുമ്പോൾ ആ എനർജി നിങ്ങളുടെ ദേഹത്തിലും നിങ്ങളുടെ ദേഹത്തെ ചുറ്റിയിലും ഉണ്ടാകും. ഒരു മാഗ്നറ്റ് ബാർ ചുറ്റി നിങ്ങൾ യൂണിറ്റ് പോൾ മാഗ്നറ്റ് വെച്ച് പടം വരച്ചാൽ ആ മാഗ്നറ്റിൻ്റെ എഫക്റ്റ് എത്രത്തോളം വിരിവടഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഇങ്ങനെ പടം വരച്ച് കണ്ടുപിടിക്കുന്നത് ഫിസിക്സ് ലാബിൽ ചെയ്യും. അതേമാതിരി മനുഷ്യൻ്റെ ദേഹം ഒരു ബാർ മാഗ്നറ്റ് മാതിരി. എന്തോന്ന്? ബാർ മാഗ്നറ്റ് മാതിരി. അപ്പോൾ അത് തല നാർത്തും കാല് സൗത്തും. എന്തോന്ന്? ബാർ മാഗ്നറ്റിൻ്റെ തല നാർത്ത് കാല് സൗത്ത്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഈ മുദ്രയും ഈ മന്ത്രങ്ങളും പറയുമ്പോൾ ഈ മാഗ്നറ്റിൽ എങ്ങനെ നിങ്ങൾ പടം വരച്ച് അതിനെ ഒരു ഇത് ചെയ്തോ അതേമാതിരി നിങ്ങളുടെ ദേഹത്തെ ചുറ്റി ഒരു എനർജി ഫീൽഡ് ക്രിയേറ്റ് ആവും. ആ ക്രിയേറ്റ് ചെയ്യുന്ന എനർജി ഫീൽഡ് ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഗർഭഗൃഹത്തിൽ ഇത് വന്നിട്ട് അതേമാതിരി ക്ഷേത്രത്തിൽ ആ എനർജി വരുന്ന ഡിവോട്ടീസിനും അത് വന്ന് അപ്പോൾ ചെയ്യുന്നതാണ് അതിൻ്റെ ഇത്. ഇതൊക്കെ ഇപ്പോൾ ഇന്ന് നോക്കിയതൊക്കെ പൂജാമുദ്രയാണ്. ഇതിൻ്റെ കൂടെ ബി പി കൺട്രോൾ ചെയ്യാൻ ഒരു മുദ്ര, BP കൺട്രോൾ ചെയ്യാൻ ഉള്ള മുദ്ര, BP കൺട്രോൾ ചെയ്യാൻ ഒരു മുദ്ര. ഇതാ നോക്കിക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിരലുകളെ ഈ രണ്ട് വിരലിലെ ഇങ്ങനെ വയ്ക്കണം. വെച്ചിട്ട് മറ്റേ വിരലെ ഇങ്ങനെ കൂട്ടി പിടിക്കണം. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾക്ക് കുറച്ച് നേരം പിടിച്ചാൽ BP കുറയുന്ന അറിയാം. കുറച്ച് നേരം പിടിച്ച് നോക്ക്. ഇങ്ങനെ ചെയ്തിട്ട് കണ്ണം മൂടിയിട്ടിരുന്നാൽ BP കുറയും. BP കുറച്ച് നേരം ഇരുന്നാൽ BP കുറവായിരുന്നാലും അത് നോർമലാവും, കൂടുതലായിരുന്നാലും കുറയും. ഇത് കണ്ണടച്ചിട്ട് കുറച്ച് നേരം ഇരുന്നാൽ ഹൈ BP ഉള്ളവർക്ക് ഇത് ലോ BP ഉള്ളവർക്ക് നോർമലായിട്ട് ഒരു ഇത് ഏർപ്പെടും. എന്തെങ്കിലും ഫീൽ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? അത് മിനിമം 14 മിനിറ്റ്സ് ആണ്. നമ്മളിപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടി 2-3 മിനിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സയൻറ്റിഫിക്കാണ്. നിങ്ങളുടെ ദേഹത്തുള്ള എനർജിയെ നിങ്ങളുടെ ഹീലിങ്ങിനും പൂജയ്ക്കും വേണ്ടി பயன்படுത്തുന്ന ടെക്നിക്കാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ ഇത് എത്ര മുദ്ര